ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നത് തന്നെ ഞങ്ങളുടെ ബേബിക്ക് തീരെ വയ്യാത്തൊരു ദിവസമായിട്ടാണ് കേട്ടോ. അങ്ങനെ ഇതിപ്പോൾ ഞാനൊരു ചെറിയ ക്ലിപ്പിംഗ് എടുത്തിട്ടുള്ളത്. ഇതിന് ശേഷം ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കാണിച്ച അസുഖമൊക്കെ കുറച്ചൊന്ന് കുറഞ്ഞിരുന്നു കേട്ടോ. അതിന് ശേഷമുള്ള 2-3 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ അടുത്ത ചെക്കപ്പിനായിട്ട് ഞങ്ങൾക്ക് ബേബീനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പനിയൊക്കെ കുറച്ചൊന്ന് മാറിയ ശേഷം കേട്ടോ. അപ്പം വീണ്ടും നമുക്ക് ഒന്ന് അവനെ കാണിക്കാനായിട്ട് വീണ്ടും നമ്മൾ ഇന്നൊരു ദിവസം പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ രാവിലെ നമ്മൾ ഉള്ളൊരു കുഞ്ഞ് വ്ളോഗാണ് ഞാനതിൽ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വേഗം രാവിലെ ചായയൊക്കെ വെച്ച് കുഞ്ഞി ചെറിയ ഇതാണ് കേട്ടോ. ചായയൊക്കെ വെച്ച് കുടിച്ച് അങ്ങനെ കുറച്ച് പണികളൊക്കെ വേഗം ഒതുക്കിയ ശേഷം, അറിയാലോ കുട്ടികളൊക്കെ ഉള്ള അവിടെ നമുക്ക് പെട്ടെന്നൊന്നും കാര്യങ്ങളൊന്നും ആവില്ല. എത്ര തന്നെ നമ്മൾ നേരത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ഡിലേ ആയിട്ട് അങ്ങനെ ലേറ്റ് ആവും. അതേപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആയി വന്ന് അങ്ങനെ റെഡിയായി കെട്ടി ഒരുങ്ങി പോകുമ്പോഴേക്കും നല്ലോണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ അതിനിടയ്ക്ക് അവന് കുറച്ച് റാഗി ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. രാവിലെ റാഗി ആണ് അന്നത്തെ ദിവസം ഞാൻ കൊടുത്തത്. അപ്പോൾ അതൊന്ന് വേഗം അരച്ചിട്ട് അതും സൈഡ് ബൈ സൈഡ് ഞാൻ വേഗം അതിൻ്റെ പാലെടുത്തിട്ട് ഒന്ന് കൊടുക്കാനായിട്ട് നോക്കണം. പാലെടുത്ത് നമ്മൾ കുറുക്ക് പോലെ ഉണ്ടാക്കി കൊടുക്കില്ലേ, അതുപോലെ. ഇടയ്ക്ക് ഞാനിതിൽ നെയ്യൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ, കുറച്ച്. അപ്പോൾ ബേബീസിന് നെയ്യൊക്കെ ചേർക്കുന്നത് നല്ലത് തന്നെയാണ്. ഇവനത് ചേരുന്നത് കൊണ്ട് ഞാനത് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കുള്ള ഫുഡും കൂടെ ഞാൻ സൈഡിൽ ഇങ്ങനെ റെഡിയാക്കുന്നുണ്ട്. രാവിലെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം വേഗം ഞങ്ങൾ അവനെയും കൊണ്ട് അങ്ങനെ പോവുകയാണ്. ഞങ്ങൾ പോകുന്നത് മണ്ണാർക്കാട് ഉള്ള മദർ കെയർ ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ കൊണ്ടുപോയി കാണിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ ഡോക്ടർ വിസിറ്റാണിത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കാണിച്ച് ഒന്നും മാറിയിട്ടുണ്ടായിരുന്നു അസുഖം. എന്നാലും ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ഒന്നും കൂടെ ചെക്കപ്പിനായിട്ട് പോകുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അങ്ങനെ കുറേ ഞങ്ങൾ പോയി നോക്കുമ്പോഴേക്കും ഇതാ വരികയാണ്. പോയി നോക്കുമ്പോഴേക്കും ഡോക്ടർ ടൈമിങ് കഴിഞ്ഞിട്ട് പോയി. ഇനിയിപ്പോൾ ഈവനിങ്ങേ ഉള്ളൂ എന്ന് പറഞ്ഞു. സോ ഞങ്ങൾ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഉച്ച സമയത്ത് ബേബിക്ക് ഫുഡ് കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്ന സമയത്ത് എടുത്ത ചെറിയ ഒരു ക്ലിപ്പിങ്ങാണിത്. ക്യാമറ പിടിക്കും. apa പറ്റിച്ചിട്ട് ഞാൻ തന്നെ വയ്യാറുണ്ട്. ഡോക്ടർ ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ മെഡിസിനൊക്കെ മാറ്റി എഴുതി മേടിച്ചു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ പോവാനായിട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വീടൊക്കെ എത്തി ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ അങ്ങോട്ട് പോയി. വീടെത്തുമ്പോഴേക്കും നല്ലോണം ലേറ്റായി കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ബേബി ഇതാ ഉറങ്ങണം.